എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ് എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്താ അറിയോ, ഒരു ചെറിയ വിഷയം വന്നിട്ടുണ്ട്. വിഷയം പറഞ്ഞൊന്നുമില്ല, ഒരു സ്വാമിയുടെ വീഡിയോ കണ്ട്, അപ്പോൾ അതിന് ജസ്റ്റ് ഒരു എക്സ്പ്രഷൻ വീഡിയോ തന്നെയല്ലേ പറയുന്നത്, അത് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്വാമി മൂപ്പര് ഇടയ്ക്കിടയ്ക്ക് നല്ല വർഗീയതയും പറയും, ചില സമയത്ത് നല്ല കാര്യമൊക്കെ പറയും. പക്ഷെ മൂപ്പര് ഈ ലോകത്തുള്ള ഒരാളല്ല തോന്നുന്നുണ്ട്. മൂപ്പര് വേറെ ഏതോ ലോകത്തെ കാര്യങ്ങൾ കാണാൻ ഇടയ്ക്കിടയ്ക്ക് പറയണത്. ചിലരിങ്ങനെ ഇതൊക്കെ അയച്ചു തരും, ഈ ലിങ്കുകളിങ്ങനെ അയച്ചു തരും. അപ്പോൾ മൂപ്പരുടെ ഒരു ചെറിയ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു അവലോകനം എന്ന നിലയ്ക്ക് പറയാനുള്ള ഇതാണ്, ഒരു ശ്രമമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ഡയറക്റ്റായിട്ട് തുടങ്ങാം. എന്താ വരുന്നത്? ഇന്ന് നമ്മൾ തീർത്തു പറയാം, മറ്റു മതങ്ങളിലുള്ള അത്ര ജാതി ഭേദം ഹിന്ദുവിലില്ല. ഉറച്ചു പറയാം എന്ന് പറഞ്ഞിട്ട് ഈ സന്യാസി പറയുന്നത്, ജാതി നമ്മുടെ മതത്തിലില്ല, മറ്റുള്ള മതത്തിലാണ് കൂടുതൽ എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി കേട്ടോക്കാം, അപ്പോൾ പിന്നെ ബാക്കി പിന്നെ അവലോകനം ചെയ്യാം. പറയാൻ കഴിയും, നമ്മൾ ഏത് ജാതി പറഞ്ഞാലും ഒരേ അമ്പലത്തിൽ പോകും. വ്യത്യസ്ത ആരാധനാ രീതികൾ പുലർത്തുന്നവര് ഒന്നിച്ചിരിക്കും, ഒന്നിച്ച് സ്നേഹിക്കും. ഈ വേദിയിലിരിക്കണം എല്ലാവരും ക്ഷേത്രോപാസന അംഗീകരിക്കുന്നവരൊന്നും അല്ല. അപ്പോൾ സംഗതി ക്ലിയർ ആണല്ലോ. അതായത് ഹിന്ദു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചിരിക്കും, ഒരു അമ്പലത്തിൽ പോകും, ഒരു പ്രശ്നമില്ല എന്ന് പറയുകയാണ്. അതേസമയം മുസ്ലിം, ക്രിസ്ത്യൻ, പിന്നെ ബാക്കിയുള്ള എല്ലാ മതങ്ങളും അതിൽ ഭയങ്കര ജാതി വ്യവസ്ഥിതിയാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തത് മനസ്സിലാക്കേണ്ടത് എന്താ അറിയുക, ജാതി എന്ന് പറയുന്ന സാധനം ഈ ഹിന്ദുവിലേ ഉള്ളൂ, വേറെ ഒരു മതത്തിൽ ഈ സാധനമില്ല. മറ്റുള്ള സാധനം പിന്നെ മതത്തിലൊക്കെ കാണുന്നത് സംഘടനകളും വിഭാഗങ്ങളും മാത്രമാണ്. ഈ ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ വ്യത്യാസം വരുമ്പോൾ വിഭാഗങ്ങളായിട്ട് പിരിയുന്നത് മാത്രമാണ്, അത് ഗ്രന്ഥത്തിൽ നിന്ന് വരുന്നതല്ല. പക്ഷേ ഈ ഹിന്ദുവിൽ കാണുന്നത് ഗ്രന്ഥത്തിൽ നിന്ന് വരുന്നതാണ്. മനുഷ്യർ തുല്യരല്ല, മേലെ ജാതി താഴെ ജാതി, ബ്രാഹ്മണനെ നാവിൽ നിന്നുണ്ടാക്കി, അതുകൊണ്ട് അയാൾ വെറും ജ്ഞാനം മാത്രമേ പറയാൻ പാടുള്ളൂ, അത് അയാളടുത്തേ പഠിക്കാൻ പാടുള്ളൂ, വേറെ ആരും പഠിക്കാനും പാടില്ല എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ. അത് ഗ്രന്ഥത്തിൽ നിന്നാണ് വരുന്നത്. പിന്നെ താഴ്ന്ന ജാതി, ഓരോ ജോലിക്കായിട്ട് കുറേ ജാതികൾ, പിന്നെ ദളിത് ശൂദ്രന്മാരുടെ താഴെ, അങ്ങനെ പിന്നെ മനുഷ്യന്മാർ പോലെയല്ല, അവർ ഇഴജന്തുക്കളല്ല, മൃഗങ്ങളെക്കാൾ മോശമാണ്. ഇതൊക്കെ ഈ ഹിന്ദുവിൽ പെട്ടതാണ്. ഇതൊന്നും ഒരു വേറൊരു മതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. പിന്നെ എനിക്ക് ഉള്ളൊരു സന്തോഷം എന്താ അറിയോ, ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ കാണുന്നൊരു സംഭവ വികാസം എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് ഞങ്ങളുടെ മതം നല്ലതാണെന്നൊന്ന് പറഞ്ഞു കിട്ടാൻ ഇസ്ലാം മതത്തിനെടുത്തൊന്ന് ഉദാഹരണം പറയണം, ഇല്ലെങ്കിൽ അവരുടെ മതത്തിനെ പെയിൻ്റ് അടിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് നല്ല ഒരു കാര്യമാണ്. കാര്യം എല്ലാത്തിനും ഇസ്ലാം മതത്തിനൊന്ന് കൊണ്ടുവരണമല്ലോ. പിന്നെ ചിലരോട് പറഞ്ഞേക്കാമല്ലോ, മുസ്ലിങ്ങൾക്കൊരു ദിവസമുണ്ട്, ക്രിസ്ത്യാനികൾക്കൊരു ദിവസമുണ്ട്, നമുക്കൊരു ദിവസമില്ല. മറ്റുള്ള മതങ്ങൾക്ക് ദിവസം ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണോ സ്വന്തം മതത്തിലെ ദിവസം നിശ്ചയിക്കുന്നത്? അപ്പോൾ എന്താ വെച്ചാൽ, ഏതിലും ഇസ്ലാം മതത്തിന് കൊണ്ടുവരുമ്പോൾ അത് നല്ലതാണ്. കാരണം അല്ലാതെ ഇവർക്ക് സ്വന്തമായിട്ട് മറ്റുള്ളവർക്ക് ഒരു മതത്തിനെ കുറിച്ച് സംസാരിക്കാൻ പറയാൻ കഴിയില്ലല്ലോ. ഇത് മാത്രമല്ല, ഞാൻ പലതും കണ്ടിട്ടുണ്ട്. മുസ്ലിങ്ങൾ അത് ചെയ്യുന്നു, മുസ്ലിങ്ങൾ ഇത് ചെയ്യുന്നു, നമ്മുടെ അങ്ങനെ എന്താണ്. അപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ ഇത് നേരെ തിരിച്ചാണ്. ഞങ്ങളിലില്ല, മറ്റൊരുണ്ട്. എന്ത് ജാതി? ജാതിയുടെ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റാണ്. അത് ഇല്ലല്ലോ ഇസ്ലാമിൽ എവിടെ ഉള്ളത്? അപ്പോൾ അത് അത്രയും ഉണ്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നു, ഒരു അമ്പലത്തിൽ പോകുന്നു. എവിടെ? അമ്പലത്തിൻ്റെ മുറ്റത്ത് പോയി പോകാൻ പറ്റുള്ളൂ. അത് തന്നെ ഏത് ജാതിയാണ് നോക്കിയിട്ടൊക്കെ ഉണ്ടോ, അകത്തേക്ക് മറ്റേ ബ്രാഹ്മണർക്ക് പറ്റുള്ളൂ. പിന്നെ ഒന്നിച്ചിരിക്കുന്നു, അത് പിന്നെ ഭയങ്കര തമാശയാണ്. അത് ഒന്നിച്ചിരിക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ ചിരിക്കുന്നു മാത്രമേ ശരിയുള്ളൂ. ഒന്നിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ചിരിക്കാനുള്ള വകുപ്പാണ്. എന്താ വെച്ചാൽ, ഒരു ജാതി മറ്റേ ജാതിയുടെ അടുത്ത് 15 അടി ദൂരം, വേറൊരു ജാതിയുടെ അടുത്ത് 13 അടി ദൂരം, വേറൊരുത്ത് അങ്ങനെ പോയി നോക്കുമ്പോൾ ബ്രാഹ്മണരിൽ നിന്ന് മറ്റേ ഏറ്റവും താഴ്ന്ന ജാതിക്കാർ 73 അടി മാറി നിൽക്കണം. പിന്നെ ഈ ഉയർന്ന ജാതിക്കാർ വരുന്ന സ്ഥലത്ത് താഴ്ന്ന ജാതിക്കാരെ കാണാൻ പാടില്ല. ഇതൊക്കെ എപ്പോഴും ഉള്ളതാണ് കേട്ടോ, ഇതൊന്നും പണ്ടുള്ളതല്ല. ഒരു മതത്തിലത്തെ നിയമം മാറൂലല്ലോ, ഗ്രന്ഥത്തിലുള്ളത് മാറ്റാൻ സാധ്യമല്ലല്ലോ. ജസ്റ്റ് അത് ഇഗ്നോർ ചെയ്യുക, അത് അനുസരിക്കാതിരിക്കാൻ പറ്റും, പക്ഷെ അത് ആ നിയമം മാറ്റാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്, നന്നായിട്ട് തന്നെ ഉണ്ട്, പ്രായോഗികമായിട്ടും പ്രത്യക്ഷമായിട്ടും തന്നെയുണ്ട്. ജാതികൾ അടുപ്പിക്കാത്തതൊക്കെ നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കാനുള്ള. ഒരു സ്കൂളിലൊക്കെ നിലത്തിരുന്ന് തീറ്റ കൊടുക്കുന്നതും എൻ്റെ അടുത്ത് ഒരുപാട് വീഡിയോ എടുക്കുന്നുണ്ട്. അതൊക്കെ കാണിച്ച പിന്നെ യൂട്യൂബിനും ഇഷ്ടപ്പെടില്ല. താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികളെ നിലത്തിരുത്തുക, പിന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ ഭക്ഷണം വെച്ചാൽ അത് ആരും തിന്നാതെ ഉയർന്ന ജാതിക്കാരൊക്കെ സ്ഥലം വിടുക,
എന്നിട്ട് കുട്ടികൾ പിന്നെ വീട്ടിൽ പോയി കംപ്ലൈൻറ്റ് പറയാ, പിന്നെ അതിന് പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. അതൊന്നും പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ഇതൊക്കെ ഈ യുഗത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിന് ഇപ്പോൾ മറ്റേ വി മുരളീധരൻ മറ്റേ ഒരു നാടകങ്ങൾ ഇതെന്താണ് ഒരു ആദിവാസി കുട്ടികളെ പോയിട്ട് കണ്ടുപറഞ്ഞിട്ടൊരു നാടകം കളിച്ച് കണ്ടില്ലേ? അത് ആദിവാസികൾ കുട്ടികളെ കാണാൻ ആഗ്രഹം കിട്ടുന്നതല്ല, ജസ്റ്റ് ഒരു പ്രഹസനം, ഒരു ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്താ ചെയ്യണത്? ആ മിഠായി കൊടുക്കുന്നത് ശരീരത്തിൽ തൊട്ടെങ്കിലും പേടിച്ചിട്ട് ഇങ്ങനെ പട്ടികൾക്ക് ഇടുന്ന പോലെ ഇട്ട് കൊടുക്കുന്നത്. ആ അടിമബോധക്കാരായിട്ടുള്ള കുട്ടികളാണെങ്കിലോ ചിരിച്ച് കളിച്ച് വാങ്ങുന്നുണ്ട് സന്തോഷം കൊണ്ട്. പിന്നെ നിലത്ത് ഭക്ഷണം വിളമ്പുന്നതോ, നിലത്ത് ഭക്ഷണം വിളമ്പി ആയുമ്പോൾ ചവിട്ടിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഉയർന്ന ജാതിക്കാർ ഭക്ഷണം തിന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ എച്ചിലുണ്ടല്ലോ, അവർ കളയുന്ന എച്ചിൽ അയിമ കിടന്ന് ഉരുണ്ടാൽ സ്വർഗം കിട്ടുമ്പോൾ ഉരുളണ എന്തൊക്കെ വീഡിയോകൾ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. ഇപ്പോൾ പിന്നെ യൂട്യൂബിൽ ഇതൊന്നും ഇടാൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന പിന്നെ ദുരാചാരങ്ങളുടെ കാര്യം പറയാതിരിക്കാനല്ല, അതൊരു ഘോഷയാത്രയാണ്. ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ആൾക്കാരെ കണ്ണ് തള്ളിപ്പോയിരിക്കുകയാണ്. ഈ പറയുന്ന ഒന്നിച്ചിരിക്കുന്നു ഒരമ്പലത്തിൽ പോകുന്നു, അത് കണ്ടാൽ മതി. അമ്പലത്തിലേക്ക് കയറി അടിച്ചിട്ട് ഓരോ കുട്ടികളൊക്കെ കെട്ടിട്ടിട്ടാണ് അടിക്കുന്നത്. ആരാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് താഴ്ന്ന ജാതി എന്നും പറഞ്ഞിട്ട് ഒന്നിച്ചിരിക്കൽ. പിന്നെ അമ്പലത്തിനുള്ളിൽ പോയിട്ട് കുട്ടികൾ വിശന്നിട്ട് പോയിട്ട് കുട്ടികൾക്ക് അറിയില്ലല്ലോ ഇപ്പോൾ ഇതെന്ന് അമ്പലമാണോ തേങ്ങ ഭക്ഷണം കണ്ടു പോയിട്ട് എടുത്ത് തിന്നുമ്പോൾ താഴ്ന്ന ജാതിക്കാരൻ വന്ന് പിന്നെ ഭക്ഷണം കട്ട് എന്ന് പറഞ്ഞിട്ട് കെട്ടിയിട്ട് തല്ലുകയാണ്. അപ്പോൾ എന്ത് ക്രൂരതയാണിത്, എന്ത് നന്മയാണ് ആ മതത്തിലൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മതത്തിൽ എന്ത് നന്മ? അതും അടിക്കുന്നത് ആരാണ്? ഏതെങ്കിലും ക്രിമിനൽസോ സംഘീഭീകരന്മാരോ അല്ല, ആ അമ്പലത്തിലെ പൂജാരിമാർ. എന്ത് നന്മയാണ് കാണാൻ പറ്റുന്നത്? പുറമേ നിന്ന് കാണുന്ന ആൾക്കാർക്ക് ഒരു നന്മയും കാണാൻ സാധിക്കുന്നില്ല. അതിന് പുറമെയാണ് മറ്റുള്ള മതങ്ങളിലെ സ്വന്തം പ്രസംഗത്തിൽ പോലും മറ്റുള്ള മതങ്ങളിലെ കുറ്റം പറഞ്ഞിട്ടും കുറവുകൾ പറഞ്ഞിട്ടും വേണം സ്വന്തം മതം പുകഴ്ത്താൻ. എന്തിനാ ഇപ്പോൾ പരിപാടിക്ക് നിൽക്കുന്നത്? സ്വന്തം മതത്തിലെ കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്താ വെച്ചാൽ അവർ സുഖിപ്പിക്കുകയാണ് ജനങ്ങളെ. എല്ലാവർക്കും അറിയാം. അവിടെ ഇയാൾ പറയുമ്പോൾ തന്നെ എല്ലാവരും സ്തബ്ധരായിട്ടാണ് ഇരിക്കുന്നത്. ആരും ശബ്ദിക്കാൻ പോലും കാരണം എന്താ വെച്ചാൽ അവരെന്നെ അന്തം വിട്ടേ. കാരണം ഏറ്റവും ലോകത്തെ ഏറ്റവും നല്ല ഏക മതം എന്ന് പറയുന്നത് ഈ ജാതിയുമായി പിരിച്ച് ജനങ്ങൾ മനുഷ്യർ തുല്യരല്ല എന്ന് പഠിപ്പിക്കുന്ന ഏക മതമാണ് ഈ പറയുന്ന സനാതനധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അത് കേട്ട ആൾക്കാർക്ക് തന്നെ അന്തം പോയി. നമ്മളെ മതത്തിൽ ഒരുമേ, മറ്റുള്ളൊരു മതത്തിൽ ഒരുമയില്ലേ? ഞങ്ങൾ മുസ്ലിങ്ങളാണ് കണ്ടിട്ടുള്ളത് നല്ല ഒരുമയിൽ നടക്കുന്നത്. എവിടെ പോയാലും അവർ അത്രയൊക്കെ പൂശി എല്ലാവരും ഒന്ന് ഭരിച്ചിട്ടാണ്. ഇന്നുവരെ തൊട്ട് തീണ്ടിക്കൂടായൊക്കെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് അവരെന്നെ അന്തം കൊണ്ട പോയിരിക്കുകയാണ്. ആ സ്ഥലത്താണ് ഒരു സന്യാസി വന്നിട്ട് നുണ പറയും. ഞാൻ ഇന്നവരെ ഒരു മുസ്ലിം പണ്ഡിതൻ നുണ പറഞ്ഞ ഇതുപോലെ നുണ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇത് ഇയാൾ മാത്രമല്ല, അങ്ങനെ കുറേ ഉണ്ട്. അവർ ഒരു ഉൾപ്പില്ലാതെ നുണ പറയും, ഒരു ഉൾപ്പില്ലാതെയാണ് നുണ പറയാം. അപ്പോൾ അങ്ങനെയാണ് മതം പഠിപ്പിക്കുന്നത്. നുണ പറഞ്ഞുകൊണ്ട് മതം പഠിപ്പിക്കാനും മടിയില്ല. എന്തൊക്കെ നുണകൾ ഞാൻ പിന്നെ ഓരോ അവസരത്തിൽ പറയാം. ഇതിലിപ്പോൾ തൽക്കാലം ഇത് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ഒന്നിച്ചിരിക്കാൻ കളിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോക്കെ. എല്ലാ മാർഗത്തിലുള്ളവരുണ്ട്. പക്ഷെ ഒന്നിച്ചിരിക്കാനും നമ്മൾ ഒന്നാണെന്ന് പറയാൻ ഒരു മടിയുമില്ല. ആ അവസ്ഥ അത് ഒരു മടിയില്ല. നീ ഏതറ ജാതി ചോദിക്കും. മുസ്ലിമും ക്രിസ്ത്യാനും ഇല്ലാത്ത സ്ഥലത്ത് നീ ഏതറ ജാതി ചോദിക്കും. നീ മേനോനല്ലേ, നമ്പ്യാരല്ലേ, നായരല്ലേ, വാണനല്ലേ, പുലയനല്ലേ, നായടിയല്ലേ, മറ്റല്ലേ, മറിച്ചല്ലേ, കാട്ടുജാതിയല്ലേ, മറ്റന്നാൾ ആദിവാസിയല്ലേ തുടങ്ങും. ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കണ്ടാൽ തുടങ്ങും ഞാൻ ഹിന്ദു ഒറ്റക്കെട്ടാണ്. അത് പിന്നെ ഈ ശിവലിംഗം കളക്കാൻ പോകുന്ന സമയത്ത് ഒറ്റക്കെട്ടാണ്. ആ ഒറ്റക്കെട്ടിൽ തന്നെ വ്യത്യാസമുണ്ട്. അതിൽ ഉയർന്ന ജാതിക്കാർ പറയും എടാ വേലാതാ നീ പോയിട്ട് കളക്കടാ, ശിവലിംഗം കളക്കടാ പറയും. സ്വന്തം പോവില്ല. ഈ താഴ്ന്ന ജാതിക്കാരനൊക്കെ പിരികയറ്റി വിടും. ഇതൊക്കെ നമ്മളെന്താ പൊട്ടന്മാരോ എന്തൊന്നും കാണാതെ നടക്കുക? എന്താ മൂപ്പരുടെ പറച്ചല്? ഹിന്ദു സമാജം ഇന്ന് ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഹിന്ദു സമാജം ഇന്ന് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ താഴ്ന്നു കിടക്കരുത്. എവിടെ ഉയർന്നിട്ടുണ്ട്? അപ്പോൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ മുമ്പ് താഴ്ന്നു കിടക്കരുതല്ലോ. അപ്പോൾ പിന്നെ അതെന്താണ്? അതെവിടുന്ന് വന്നു? ഗ്രന്ഥത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാവും. ഗ്രന്ഥത്തിൽ മാറ്റം വരുത്തിയാൽ പിന്നെ അത് ദൈവിക ഗ്രന്ഥമല്ലല്ലോ. ഗ്രന്ഥത്തിൽ മനുഷ്യന്മാർക്ക് കൈ കടത്തി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്ത് ദൈവിക ഗ്രന്ഥം? മനുഷ്യന്മാരുണ്ടാക്കിയ ഗ്രന്ഥം കുറേ പുസ്തകം എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഉയർന്നു വന്നിട്ടുമില്ല. ഈ പറയുന്ന ആൾ ഏതാ ജാതി വെച്ചാൽ ആ ജാതി മാറി ഇയാൾക്ക് വീട്ടിൽ കയറാൻ പറ്റുമോ? ഇയാളുടെ വീട്ടിലേക്ക് താഴ്ന്ന ജാതിക്കാരനെ കയറ്റുമോ? ബ്രാഹ്മണർ വീട്ടിലേക്ക് ഓണത്തിനൊക്കെ ഇവരെ ഒറ്റക്കെട്ടാണല്ലോ. ഓണത്തിന് വാടാ പിന്നെ രാമ കോര വാ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിട്ട് ആഘോഷിക്കുമോ? ഒരിക്കലുമില്ല. അത് പച്ചക്ക് പറയും എൻ്റെ വീട്ടിലേക്ക് വരരുത്, പള്ളിയുടെ അവിടെ നിന്ന് സംസാരിക്കാൻ പച്ചക്ക് പറയും. അയാലും ഒരു ഉളുപ്പും ഒരു നാണന്മാനോ അതൊന്നുമില്ല. ഒരു ചൂളലോ അങ്ങനെയൊന്നുമില്ല. നമ്മളൊക്കെ ഒരാൾ വന്നാൽ വീട്ടിലേക്ക് കടക്കരുത് പറയുന്നില്ല, കാരണം അത് നമ്മുടെ സംസ്കാരമല്ല. പക്ഷെ ഇത് പച്ചക്ക് പറയും. കാരണം എന്താ വെച്ചാൽ മതത്തിലുള്ളതാണ്. പറയണം. അങ്ങനത്തെ സ്ഥലത്ത് പറയണം ഒരുമിച്ചിരിക്കും, ചിരിക്കും, കളിക്കും. പിന്നെ അഭിമാനം ഉയർന്നു, എന്തുയർന്നു, താഴ്ന്നു എന്ന് പറയാനല്ലത്. ഇപ്പം തന്നെ മോദി കണ്ടില്ലേ ഹിന്ദു കുട്ടികളെ തൊടൂല.
ഈ മുസ്ലിം രാജ്യത്ത് പോയിട്ട് മുസ്ലിം കുട്ടികളൊക്കെ തൊടും, ഹിന്ദു കുട്ടികളെ തൊടൂല. അപ്പോൾ അത്രക്കും ജാതീയതയാണ് ഈ ഇത് കിടക്കുന്നത്. ജാതി ചിലർ ഇവിടെ മിക്സാക്കുകയാണ്, ജാതി എന്നുള്ളതും മതം എന്നുള്ളതും മിക്സാക്കുകയാണ്. മതം വേറെയാണ്, ജാതി വേറെയാണ്. ഇസ്ലാം മതം, അല്ലാതെ പിന്നെ മുസ്ലിം ജാതിയല്ല, അത് മതമാണ്. അപ്പോൾ ഇങ്ങനത്തെ സംഗതികളൊക്കെ മറച്ചു വെച്ച് ഒരു എന്താ പറയുക, ഒരു ചെപ്പടി വിദ്യയാണ് കാണിക്കുന്നത്. യാഥാർത്ഥ്യങ്ങൾ എന്നിട്ടും മറക്കാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. ആശുപത്രിയിൽ വരെ ഇപ്പോൾ കണ്ടില്ലേ, കേരളത്തിൽ തന്നെ, മറ്റുള്ളിടത്തൊക്കെ അതിനേക്കാൾ ഭീകരമാണ്. ആശുപത്രിയിൽ ഒരു താഴ്ന്ന ജാതിക്കാരി അവിടെ കിടന്നു പറഞ്ഞ പിന്നെ ഡിസ്ചാർജ് ആയി പോയപ്പോൾ അവിടെ ഫുള്ള് വെള്ളം ഒഴിച്ചിട്ടാണ് കഴുകിയത്. വെള്ളം ഒഴിച്ചിട്ട്, കറായിത്തം എന്നും പറഞ്ഞിട്ട്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ജാതി നുണകൾ ഒരു മടിയില്ലാതെ ഒരു സന്യാസി എന്ന് പറയുന്ന ആൾ, ദൈവഭയമുള്ള ആൾക്കാരായിരിക്കുമല്ലോ സന്യാസി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവരെ എങ്ങനെയെന്ന് അറിയില്ല കേട്ടോ, കാരണം നുണ പറയാൻ ഒരു മടിയില്ല. ന്റെ പള്ളിയിൽ ഓർത്തഡോക്സ് പോവുമോ? കോട്ടയത്തുള്ള നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അവരുടെ പള്ളിയിൽ മാർത്തോമ പോവുമോ? ബാബാ കക്ഷിയിൽ മെത്രാൻ കക്ഷി പോവോ? മെത്രാൻ കക്ഷിയിൽ ബാബാ കക്ഷി പോരുവോ? ഇതിൽ ഏതിലെങ്കിലും ജ്ഞാനായക്കാർ പോവോ? ഇവരാരെങ്കിലും പെന്തക്കോസ്തുകാരനെ അടുപ്പിക്കുകയോ? എന്നോടൊരു ബിഷപ്പ് പറഞ്ഞു, സ്വാമി ഇവരെ കൊണ്ട് നിവൃത്തിയില്ല. ഒരു യോഗത്തിൽ ഒത്തുകൂടിയപ്പോ പറഞ്ഞതാ. ഞാൻ പറഞ്ഞു, നിങ്ങൾ അനുഭവിക്കണം, ഞങ്ങളെ കുറെ നിങ്ങൾ മാറ്റിയില്ലേ, നിങ്ങൾ കുറച്ച് മാറ്റപ്പെടട്ടെ എന്ന്. അദ്ദേഹം ഒരു കത്തോലിക്ക ബിഷപ്പാണ്. ഹിന്ദുക്കൾ കൊണ്ട് നിവൃത്തിയില്ല എന്നല്ല പറഞ്ഞത്, ചിദാനന്ദപുരി സ്വാമിയെ പോലുള്ള വർഗീയവാദിയെ കൊണ്ട് നിവൃത്തിയില്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് പെന്തക്കോസ്തുകാരെ കൊണ്ട് നിവൃത്തിയില്ല എന്നാ പറഞ്ഞേ. അതായത് ക്രിസ്ത്യാനികളുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അത് പെന്തോസ് മറ്റു മറിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ വിഭാഗങ്ങളാണ്, ജാതിയല്ല. അവരുടെ ഇടയിൽ തൊട്ട് തീണ്ടിക്കൂടായില്ല, അയിത്തല്ല, തൊട്ടും പിന്നെ അശുദ്ധിയാവണമെന്നില്ല, പിന്നെ ഇത്ര അടി ദൂരം മാറി നിൽക്കണമെന്നില്ല. അത് വിഭാഗങ്ങൾ മാത്രമാണ്. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ പിരിഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പായി മാറും. അപ്പോൾ ഗ്രൂപ്പായി മാറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇതിൻ്റെ ഇടയിൽ ധനം കടന്നു വരുന്നുണ്ട്. ഇവർ തമ്മിൽ തല്ലുന്നത് ധനത്തിന് വേണ്ടിയിട്ടാണ്. ഓരോ ക്രിസ്ത്യൻ പള്ളി എന്ന് പറയുന്നത് ഓരോ ബാങ്ക് പോലെയാണ്. അപ്പോൾ ആ ധനത്തിന് വേണ്ടി അവർ പോരാടും. അതും അതിൻ്റെ ഇടയിലുണ്ട്. അല്ലാതെ അവിടെ ഈ മനുഷ്യ വെറുപ്പ് പറഞ്ഞ സാധനമില്ല. എത്രയോ ക്രിസ്ത്യാനികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിവാഹം കഴിക്കുന്നുണ്ട്. ആ വിഭാഗങ്ങളെ വെച്ചിട്ടാണ് ഇവരുടെ ഞങ്ങളുടെ ജാതിയിൽ, ഞങ്ങളുടെ മതത്തിൽ ജാതി ഉണ്ട്, അപ്പോൾ അവരുടെയും ജാതി ഉണ്ട് എന്നുള്ളത് ബാലൻസിങ് വരുത്താനുള്ള ഒരു ദയനീയ ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. പിന്നെന്താ വെച്ചാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പറയാണ് കോൺഗ്രസ്സുകാരെ അടുപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ അത് ജാതിയാണോ? അല്ലല്ലോ. അതേപോലത്തെ സംഗതിയാണ് ക്രിസ്ത്യാനികൾ പറയുന്നത്. അപ്പോൾ മാത്രമല്ല, പിന്നെ ക്രിസ്ത്യാനികളുടെ ഡീറ്റെയിൽസ് ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് എനിക്കതിൻ്റെ കൂടുതൽ. പക്ഷേ എനിക്കൊരു സംഗതി അറിയുന്നത് എന്താ വെച്ചാൽ ക്രിസ്ത്യാനികളിൽ ജാതി ഇല്ല എന്നാണ്. ചിലർ ജാതി ഈ ഹിന്ദുവിൽ നിന്ന് കോപ്പി അടിച്ച് വരുന്നുണ്ട് ഇപ്പോൾ എന്നല്ലാതെ പഴയ ബൈബിളൊക്കെ വായിക്കുകയാണെങ്കിൽ അതിൽ ജാതിയൊന്നുമില്ല. മനുഷ്യന്മാരങ്ങനെ ഉന്നത ജാതി താഴ്ന്ന ജാതി പറഞ്ഞ് വേർതിരിക്കുന്നത് ബൈബിളിലില്ല, ഗ്രന്ഥത്തിലില്ല. അപ്പോൾ ഇതാണ് ക്രിസ്ത്യാനിറ്റികൾ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൽ വലിയ അഭിമാനിച്ച് പറയുന്നുണ്ട്, എന്നെ അവർ കയറ്റി, പക്ഷേ ക്രിസ്ത്യാനികളെ പറഞ്ഞു തന്നു. അതിപ്പോൾ ഈ ഹിന്ദു അല്ലേ വരുന്നത്. മാത്രമല്ല അവിടെ വരുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ ഒരു സന്യാസിനെ കൊടുത്ത് പ്രസംഗിപ്പിക്കുന്നു പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ അയിത്തം ആണ്, തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് മുപ്പരെ സ്വീകരിച്ചു. മാത്രമല്ല ഇത് അവരുടെ എതിർ ഗ്രൂപ്പുകളിൽ പെട്ട ആളുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇരുത്തിയുണ്ടാവുക. അത് മുസ്ലിങ്ങളും എത്ര സന്യാസിമാരെ പ്രസംഗിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് അവിടെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ബാക്കി കേട്ടോക്കെ. മുസ്ലിം അല്ല, ഹിന്ദു അല്ല, കത്തോലിക്കൻ, സാധാരണ കത്തോലിക്കനല്ല, ബിഷപ്പ്. അദ്ദേഹം ഞാനുമായിട്ടുള്ള സ്നേഹം കൊണ്ട് പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, അടുപ്പിക്കൂല. ഇനി ഷിയയുടെ പള്ളിയിൽ സുന്നി പോയാലുള്ള സ്ഥിതി എന്താ? സുന്നിയുടെ പള്ളിയിൽ ഷിയ പോയാലുള്ള സ്ഥിതി എന്താ? കഴുത്തിന്റെ മുകളിൽ സാധനം ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ. ഇവരാരെങ്കിലും അഹമ്മദിയനെ അംഗീകരിക്കുകയോ? ഇല്ല. ഇവരാരെങ്കിലും സുന്നത്തുൽ ഖുർആൻ സൊസൈറ്റിനെ അംഗീകരിക്കുകയോ? ഇല്ല. ഈ അംഗീകരിക്കലും അയിത്തവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ജാതിയിലാണ് അയിത്തം തൊട്ട് തീണ്ടിക്കൂടായെങ്കിലും വരിക. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അയിത്തമുണ്ട് എന്നല്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് പിന്നെ ഈ ഷിയ സുന്നി അഹമ്മദിയ എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം മാത്രമാണ്. അങ്ങോട്ടും കൂടെ വിവാഹം കഴിക്കും, അതിനൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ ഷിയ പള്ളിയിൽ പോകാൻ പറ്റുമെന്ന്, ഷിയ പള്ളിയിൽ പോയാൽ തല കാണൂല എന്ന് പറഞ്ഞു. എന്താണത്? അവിടെ സംഘികളുണ്ടോ കഴുത്ത് വെട്ടിയെടുക്കാൻ? ബീഫ് തിന്നിട പറഞ്ഞ് തല്ലിക്കൊല്ലുന്ന പിന്നെ സംഘിക ഭീകരന്മാരുണ്ട് അവിടെ. എല്ലാവരെയും വെടിച്ച് കൊല്ലുന്ന, എല്ലാ വീടൊക്കെ തകർത്ത് എല്ലാവരെയും ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന സംഘികൾ ഇരിക്കുന്നുണ്ട് അവിടെ. ഇപ്പോൾ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളുടെയൊക്കെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കഴുത്തറുത്തെടുത്ത് അതുപോലത്തെ സംഘികളാണോ ആ പള്ളിയിലിരിക്കുന്നത്? അപ്പോൾ അതൊക്കെ നുണ പറയാണ്. ഷിയ പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ട് ചില സമയത്ത്. ഇപ്പം ഞാൻ ബഹ്റൈനിലായിരുന്നു, അവിടെ അധികം ഷിയ പള്ളിയാണ്. ചില ഈ ഒരു പ്രാവശ്യം ജുവാ ഇങ്ങനെ വൈകിയപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി, ഒരു പ്രശ്നമില്ല, അവർ നോക്കി, അത്ര തന്നെ. എന്താ വെച്ചാൽ നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നിസ്കരിക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ, ഒരു പ്രശ്നമില്ല. ആരും എൻ്റെ തലയൊന്നും പോയിട്ടില്ല. അപ്പോൾ തലയോട് കൂടിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പച്ച കള്ളമാണ് ഈ പറയുന്നതൊക്കെ. പിന്നെ ഷിയാക്കൾ ചിലപ്പം
സുന്നി പള്ളിയിലും കയറുമ്പോൾ എന്ന് വെച്ചാൽ ഈ ആചാരങ്ങളിൽ വ്യത്യാസം വരുമ്പോഴേ, രീതികളിൽ വ്യത്യാസം വരുമ്പോൾ കുറച്ച് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് അവരുടെ പള്ളിയിൽ പോകാനാണ് നോക്കുക, അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ നിസ്കരിക്കാമല്ലോ. പിന്നെ അഹമ്മദിയ എന്ന് പറയുന്നത് ഈ ഗ്രന്ഥത്തിൽ നിന്നാണ് ജാതി വരേണ്ടത്, ജാതി ഉണ്ടെങ്കിൽ. പക്ഷേ ഈ ഗ്രന്ഥത്തിൽ പറയുന്നതിൻ്റെ നേരെ വിപരീതമാണ് അവർ പറയുന്നത്. അതായത് ഖുർആനിലും ഹദീസിലും പറയുന്നത് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. പക്ഷെ അവർ പറയുന്നതല്ല, അത് കഴിഞ്ഞിട്ട് വേറൊരു നബിയുണ്ട് പറയുന്നു, അതോടുകൂടി പോയില്ലേ. അവർ ഇസ്ലാമിലല്ലല്ലോ, മുസ്ലിങ്ങളല്ലല്ലോ. പക്ഷെ എന്ന് വിചാരിച്ച് അവരുടെ വീട്ടിൽ പോകാതിരിക്കാനോ അവരോട് പിന്നെ സംസാരിക്കാതിരിക്കാനോ തൊടാനോ ഒന്നും ഒരു തടസ്സമില്ല, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ ഇവർ പറയുന്നത് ഇവർക്ക് കണ്ട കാഴ്ചപ്പാടുണ്ടല്ലോ, ഈ ഇന്ത്യയിലുള്ള ഈ ആർഷഭാരത സംസ്കാര കാഴ്ചപ്പാടുണ്ടല്ലോ, ഏത് ഈ അയിത്തം, പിന്നെ ഉന്നത കുലം, താഴ്ന്ന കുലം, അതിൻ്റെ താഴ്ന്ന കുലം, പിന്നെ തൊട്ട് തിണ്ടിക്കൂടായ, പിന്നെ ഈ പൊന്തയിൽ മറിഞ്ഞിരിക്കണം താഴ്ന്ന ജാതിക്കാർ. ഉയർന്ന ജാതിക്കാർ വരുമ്പോൾ ഉയർന്ന ജാതിക്കാരുടെ വീട്ടിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ചെരുപ്പിടാൻ പാടില്ല, ഉയർന്ന ജാതിക്കാർ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല, കുനിഞ്ഞു നിൽക്കണം. ഇങ്ങനത്തെ സംഗതികൾ കുറേ ഉണ്ടല്ലോ. അത് മെല്ലെ മെല്ലെ അടിച്ചേൽപ്പിക്കണം മറ്റുള്ള ആൾക്കാരുടെ മേത്ത്. അതൊന്നും തന്നെ ഈ സനാതന ധർമ്മത്തിലല്ലാതെ വേറെ ഒരു മതത്തിലുമില്ല. ജാതി വ്യവസ്ഥ ഉള്ളത് സനാതന ധർമ്മത്തിലാണ്. അത് ഒരു സംശയമില്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. പിന്നെ ഷിയ സുന്നിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വിഭാഗങ്ങളാണ്, വേണമെങ്കിൽ സംഘടന എന്ന് പറയാം. കാരണം ഷിയ എങ്ങനെ ഉണ്ടായെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം അത് ഈ ഭരണം ആർക്ക് വേണം എന്നുള്ള തർക്കത്തിൻ്റെ പേരിൽ വിഭജിച്ച 2 ഗ്രൂപ്പുകൾ മാത്രമാണ്. അതിൽ 2 മതമല്ല, 2 ജാതിയല്ല, 2 കാഴ്ചപ്പാട് മാത്രമാണ്. അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ, ഞങ്ങളുടെ നേതാവ് അവരുടെ നേതാവ് പറഞ്ഞിട്ട് കോൺഗ്രസ് എ കോൺഗ്രസ് ബി എന്നൊക്കെ പറയത്തോളം കാരണമല്ല. അതുപോലത്തെ സംഗതി മാത്രമാണ്. അത് ചിലപ്പോൾ ഇവർക്ക് അറിയുന്നുണ്ടാവില്ല, അപ്പോൾ അറിയാത്തത് കൊണ്ട് പറഞ്ഞതായിരിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പറയാണ്, മനസ്സിലാക്കി തരികയാണ് മനസ്സിലാവാത്തവർക്ക്. കാരണം ഇതേയാളുടെ വർത്തമാനം കേട്ട് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ഇപ്പോൾ. അപ്പോൾ അതിന് പറഞ്ഞു തരികയാണ്, അത് 2 ഗ്രൂപ്പ് മാത്രമാണ്. ഒരു ജാതിയുടെ പ്രശ്നമില്ല. ഷിയാക്കൾ സുന്നിയിൽ വിഭാഗം കഴിക്കുന്നുണ്ട്, സുന്നികൾ ഷിയാക്കൾ വിഭാഗം കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബഹ്റൈൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ തന്നെ എത്രയോ ഷിയാക്കളുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് അയിത്തമായിട്ടോ പറഞ്ഞിട്ട് കുളിക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോൾ വളരെ തെറ്റിദ്ധാരണപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സമൂഹത്തിൽ ഈ സന്യാസി എന്ന് പറയുന്ന ഈ വ്യക്തി അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അറിവ് തേടലാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ ആദ്യം എന്താണ് ഇതൊക്കെ എന്ന് അറിയാം. സ്വന്തം സങ്കല്പത്തിൽ നിന്ന് അനാവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ സമൂഹത്തിൽ ഭയങ്കര വർഗീയ വിഷമാണ് ഇങ്ങനത്തെ ആൾക്കാർ പരത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഡബിൾ ആവാനാണ് സാധ്യത. കാരണം ഒരു മതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുമ്പോൾ ആ മതക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതാണ് ചെയ്യുന്നത്, 2 ഭാഗത്തും അത് ഇതിനെ ചെയ്യുന്നത്. അതായത് ഈ സനാതന ധർമ്മത്തിൽ ജാതി ഇല്ല എന്ന് പറയുമ്പോൾ അത് തന്നെ നുണയല്ലേ. അപ്പോൾ അവിടെ നുണ പറയാണ്, ഇപ്പുറത്ത് ജാതി ഉണ്ടെന്ന് പറയുമ്പോൾ ഇപ്പുറത്തും നുണ പറയാണ്. മൊത്തത്തിൽ നുണയാണ് പറയുന്നത്. ഏത് വേദിയെന്ന് എനിക്കറിയില്ല, ആ വേദിയിൽ ഇരിക്കുന്ന ആൾക്കാർ എങ്ങനെ ഇത് കേട്ടിരുന്നെന്ന് എനിക്കറിയില്ല. ഫുള്ള് ജാതി പിന്നെ നുണയാണ് പറയുന്നത്. ഇത്ര ജാതി ഭേദം ഹിന്ദുവിനിടയ്ക്ക് ഇല്ല എന്ന് അഭിമാനപൂർവ്വം പറയാൻ ഇവിടെ ഉള്ളവർക്ക് സാധിക്കണം. എന്ത് അഭിമാനം, എങ്ങനെ പറയാൻ സാധിക്കും? എന്താ ജാതി ഇല്ലേ? മാത്രമല്ല മറ്റുള്ള മതത്തിൽ എത്ര ഉണ്ട്, അതിന് അളവ് നോക്കി കോല് നോക്കി കോലും നോക്കിയിട്ടാണോ പറയാ? അതിൽ ഇല്ല, അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം അങ്ങനെയാണോ പറയാ? സ്വന്തം മതത്തിൽ എന്തുണ്ടെന്ന് അവിടെ പഠിപ്പിക്കല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം എപ്പോൾ നോക്കിയാലും അളവുകോല് എന്ന് പറയുന്നത് ഇസ്ലാം മതമാണ്. അതിൽ വെച്ചിട്ടാണ് എല്ലാ അളവുകോലും. എല്ലാവരും നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പോൾ മൊത്തം ഇന്ത്യയിൽ ഇപ്പം തന്നെ പരിപാടി. ട്രെയിനിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു മുസ്ലിം നിസ്കരിച്ചാലാണ് സ്വന്തം മതം ഓർമ്മ വരിക. അപ്പം പിന്നെ ഹനുമാൻ ചാലിസ, ഇത് ജീവിതത്തിൽ കാണാത്ത ഹനുമാൻ ചാലിസ ഫോണിൽ നോക്കി ചെല്ലുക. അപ്പോൾ എന്താ വെച്ചാൽ മുസ്ലിങ്ങളെ കാണണം. എന്നാൽ ഈ ചെല്ലുന്ന ആൾക്കാരോ അവർ തന്നെ തമ്മിൽ അടുത്തിരിക്കാൻ പറ്റുമോ? കാരണം അവർ തന്നെ ജാതികളെ പിരിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് ഒരുമിക്കും, കാരണം അവിടെ മുസ്ലിമാണ് ശത്രു. മുസ്ലിം ഇല്ലെങ്കിലോ ഒക്കെ പിന്നെ ഇതായി അങ്ങോട്ടും തൊടാൻ പറ്റൂല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ പറയാൻ കാരണം പറയാച്ച കുറേ ഉണ്ട്, കുറേ കാണിക്കാനുണ്ട്. പക്ഷേ യൂട്യൂബിലൊന്നും സമ്മതിക്കില്ല. ഒരുപാട് സംഗതി ഉണ്ട്, ആചാരങ്ങളും ദുരാചാരങ്ങളും ഐത്തത്തിൻ്റെ പേരിലും. പിന്നെ ഈ താഴ്ന്ന ജാതിക്കാർ സ്ത്രീകളുടെ തലമേ ഷൂസ് വെച്ച് അതിൽ പിന്നെ വെള്ളം നിറച്ചിട്ട് അവരെ കമിഴ്ത്തി കിടത്തിയിട്ട് ഉപദ്രവിക്കുന്നതും, അവരുടെ മേലെ കൂടെ പൂജാരിമാർ ചവിട്ടിപ്പോകുന്നതും. ഉന്നത ജാതിക്കാരികളുടെ മേലെ ചവിട്ടിപ്പോകില്ല, താഴ്ന്ന ജാതിക്കാരുടെ മേലെ ചവിട്ടിപ്പോകുള്ളൂ. അവരുടെ മേത്ത് വിറക് കയറ്റി വെക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചതാണ് മുന്നൊക്കെ. പിന്നെ താഴ്ന്ന ജാതിക്കാരി സ്ത്രീകൾ വന്നിട്ട് പിന്നെ ഈ വലിയ ഉയർന്ന ജാതി പൂജാരികളുടെ അപ്പി തിന്നണം. തമിഴ്നാട്ടിലുണ്ട് അങ്ങനത്തെ ഉണ്ട്. അത് അപ്പി തിന്നാൽ അവർക്ക് പിന്നെ ഇത് കിട്ടും,
മോചനോ കോജ എന്തോ ഒരു സാധനം കിട്ടും, മോക്ഷം അങ്ങനെ എന്തോ സാധനം കിട്ടും, അടുത്ത ജന്മത്തിൽ പൂണൂല് ധരിക്കുന്ന പിന്നെ ബ്രാഹ്മണനെ ജനിക്കാം. എന്തിനീ പറഞ്ഞ സുരേഷ് ഗോപി, ഇത്രയും കോടീശ്വരനായിട്ടുള്ള സുരേഷ് ഗോപി പോലും സ്വപ്നം കണ്ട് നടക്കുന്നത് അടുത്ത ജന്മത്തിൽ പൂണൂല് ധരിക്കുന്ന ഒരു പിന്നെ ആളായി മാറുന്നതാണ്. ഇതൊന്നും ജാതീയതയല്ലേ? പിന്നെ എന്താണ്? അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും മുസ്ലിം വിചാരിക്കുന്നത് അടുത്ത ജന്മത്തിൽ എനിക്ക് ഷിയാവണം, ആരെങ്കിലും പറയുന്നുണ്ടോ? ഇപ്പം വേണമെങ്കിൽ ഇപ്പം എനിക്ക് ഷിയാവാം, ഇപ്പം എനിക്ക് ഹമദി ആവാം, എന്തു ആവാം, ഇപ്പം വേണമെങ്കിൽ എനിക്ക് പിന്നെന്താണ് സലഫിയോ വഹാബിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും എനിക്കാവാം, ഇപ്പം വേണമെങ്കിലും ആരുടെ അനുവാദം വേണ്ട. പക്ഷെ ഒരു താഴ്ന്ന ജാതിക്കാർ, സനാതന ധർമ്മത്തിൽ താഴ്ന്ന ജാതിക്കാരും ബ്രാഹ്മണനാവാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. വിവാഹം കഴിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. പക്ഷേ ഈ ഒരു സുന്നിയോ ഷിയ അവർ അംഗീകരിക്കുകയാണെങ്കിലോ വിവാഹം കഴിക്കാമല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ, ഒരു കലാപം ഉണ്ടാവില്ല അവിടെ. പക്ഷെ ഒരു താഴ്ന്ന ജാതി ഒരു പറയനോ പുലയനോ മറ്റേ ഒരു ബ്രാഹ്മണസ്ഥരനെ അടിച്ചു മാറ്റി ആകെ യുദ്ധമായിരിക്കും, തലവെട്ടെടുക്കും, എല്ലായിടത്തും നടക്കുന്നുണ്ട് അത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്, ഞാൻ പിന്നെ പറയിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞത് ഫുള്ള് നുണയാണ്. യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു പോയാൽ പിന്നെ ഇതിനേക്കാൾ ഭീകരമാണ്, ഞാൻ പറഞ്ഞതിനേക്കാൾ ഭീകരമാണ്. ഇപ്പം തന്നെ കുറേ ഉയർന്ന ജാതിക്കാർ പറഞ്ഞ അവിടെ സിനിമാ നടന്മാരൊക്കെ പറഞ്ഞു കേട്ടില്ലേ, ഒരു കാലത്ത് കുഴി കുത്തിയിട്ട് കഞ്ഞി കുടിച്ചിരുന്ന കാലം ഓർമ്മ വരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. ഇപ്പോഴും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇന്ത്യയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉള്ള കാരണം അത് മോശമാണ്, അവരുടെ മുമ്പിൽ വഷളാണ്, അതുകൊണ്ട് പിടിച്ച് നിൽക്കുകയാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇന്ത്യയിൽ ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും, കാരണം അതൊരു കീഴ്വഴക്കമാണല്ലോ, അതിൽ നാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട പരിപാടി അതുകൊണ്ട് ചെയ്യുന്നില്ല. പക്ഷെ ആഗ്രഹവും കൊതി നന്നായിട്ട് തന്നെയുണ്ട്, കാരണം അത് മതഗ്രന്ഥം പഠിപ്പിക്കുന്നതാണ്, തെറ്റ് പറയാൻ പറ്റില്ല. ഒരു മതസ്ഥർ ഗ്രന്ഥം അനുസരിക്കണമല്ലോ, ഗ്രന്ഥത്തിൽ പറയുന്നത് മുഴുവൻ ഇതാണ്. ഒത്തൊരുമയില്ലായ്മ, മനുഷ്യനെ മനുഷ്യനായി കാണരുത്, ജാതിയായിട്ട് പിരിയണം, പിന്നെ ദൈവത്തിൻ്റെ തലമെന്നാണ് കുറച്ച് ആൾക്കാർ, കാലുമെന്നാണ് വേറെ ആൾക്കാർ എന്നൊക്കെ, അതൊക്കെ പച്ചക്ക് പഠിപ്പിക്കാൻ മാത്രമല്ല അഭിമാനത്തോട് പറയുന്നുണ്ടല്ലോ. ഇപ്പം അമ്പലത്തിലേക്ക് നോക്കിയാൽ മൂപ്പർ പറഞ്ഞ എല്ലാവർക്കും അമ്പലത്തിൽ ഓടിക്കയറാന്ന്. എവിടെ ഓടിക്കയറാൻ പറ്റണേ? ബ്രാഹ്മണർക്കല്ലാതെ പ്രവേശനമുണ്ട് എവിടെയെങ്കിലും? ഒരു താഴ്ന്ന ജാതിക്കാരെ എവിടെ ഒരു അമ്പലത്തിൽ പിന്നെ ശാന്തിക്കാരനെ പിന്നെ വെച്ച് ബാക്കിയുള്ളവർ ഇറങ്ങിയിട്ട് പോയി, ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ നോക്കിക്കോ, ആ അമ്പലം തന്നെ ഞങ്ങൾക്ക് വേണ്ട പറഞ്ഞിട്ട് ആ മേൽജാതിക്കാർ ഇറങ്ങിപ്പോയി. അങ്ങനത്തെ സ്ഥലത്ത് പറയണത് ഭയങ്കര ഒരുമയാണ് എന്നുള്ളത്. അപ്പോൾ ഇത് വീഡിയോ പറയാനുള്ളത്, ഇത് ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ നുണകൾ എന്തിനാണ് സമൂഹത്തിൽ നിന്ന് പറയുന്നത്? ഇല്ലാത്ത നുണകൾ. യാഥാർത്ഥ്യം വളരെ ഭീകരമായി അവിടെ തുടരുമ്പോൾ, യാഥാർത്ഥ്യം തികച്ചും വ്യത്യസ്തമാവുമ്പോൾ ഈ ഒരു സന്യാസി വേഷം തന്നെ കെട്ടിവന്ന് പറയണോ? വേറെ വല്ല വേഷം കെട്ടിവന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യില്ല. എന്നിട്ട് അതിലൊക്കെ അഭിമാനം എന്താ ശക്തമായിട്ട് പറയണം, അഭിമാനം കൊള്ളുന്നു, ഉറപ്പിച്ച് പറയാം, എന്തുറപ്പിച്ച് പറയാമെന്നാണ് ഇത്രയും വലിയ നുണ പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഒത്തൊരുമ പഠിപ്പിക്കുന്ന ഏക മതമുള്ളൂ ലോകത്ത്, അത് ഇസ്ലാം മതമാണ്. കറുത്തവനും വെളുത്തവനൊക്കെ ഒരുമിച്ചിരിക്കാൻ പഠിപ്പിച്ചത് പ്രവാചകനാണ്. അതിലെന്തെങ്കിലും വ്യത്യാസമാരെങ്കിലും കാണിച്ചാൽ, ഒരു മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരനായിട്ടോ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നേക്കാൾ ചെറുതാണ് മറ്റൊന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഹറാമാണ് എന്നുവരെ പഠിപ്പിച്ചതാണ്, അത് നിഷിദ്ധമാണ്, അതുവരെ പഠിപ്പിച്ചതാണ് പ്രവാചകൻ. അങ്ങനത്തെ ശക്തമായി പഠിപ്പിച്ച പഠനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് മൂപ്പര് പറയാണ് ഇതൊക്കെ ജാതികളാണെന്ന്. എൻ്റെ മേത്തൊരു പിന്നെ ചുളങ്ങുണ്ടെങ്കിൽ അത് എല്ലാവരുടെ മേത്ത് ചുളങ്ങാണോ? അല്ലല്ലോ. അതെല്ലാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യം മറ്റുള്ള മതങ്ങളെയും പഠിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ തെറ്റിദ്ധാരണ ഒന്നും വരില്ല, തെറ്റിദ്ധാരണ പരത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.